പൗരാണിക ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നും മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പരമ്പരാഗത കേരളീയ ക്ഷേത്ര നിർമ്മാണ രീതിയിൽ ശില്പചാരുതയോടെ കടലോളം കാവ്യഭംഗിയിൽ ഒരു മഹാക്ഷേത്രമായി നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ആർച്ചൽ മുളയ്ക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സർവാനുഗ്രഹത്തിന്റെയും സായുജ്യപുണ്യം പകർന്നുകൊണ്ട് ഷഠാധാര പ്രതിഷ്ഠിതനായി വാണരുളുന്ന മുളയ്ക്കൽ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ മീനരോഹിണി തിരുനാൾ മഹോത്സവം കൊല്ലവർഷം 1201 മീനം 1 ഞായറാഴ്ച മുതൽ മീനം 10 ചൊവ്വാഴ്ച വരെ 2026 മാർച്ച് 15 മുതൽ മാർച്ച് 24 വരെ ക്ഷേത്ര ചൈതന്യ വർധനവിനുള്ള പൂജകൾ, ഹോമങ്ങൾ, കലശങ്ങൾ തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങൾ, ദേശപ്രദക്ഷിണ എഴുന്നള്ളത്ത്, ദേശവിളക്ക്, വിവിധ കലാപരിപാടികൾ എന്നിവയോടെ പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് നിശ്ചയിച്ച നടക്കുന്ന പ്രഥമ തിരുവുത്സവത്തിന്റെയും സമൂഹ പൊങ്കാലയുടെയും പുനരുദ്ധാരണ നവീകരണ പ്രവർത്തനങ്ങളുടെയും വിജയകരമായ നടത്തിപ്പിന് എല്ലാ സജ്ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും മഹനീയ സാന്നിധ്യവും ഉണ്ടാകണമെന്ന് ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. മുളയ്ക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മീനരോഹിണി തിരുനാൾ മഹോത്സവത്തോടനുബന്ധമായി ശ്രീ അന്നപൂർണേശ്വരി ദേവിക്ക് സമർപ്പണമായി നടക്കുന്ന സമൂഹ പൊങ്കാല 1201 കുംഭം 30 2026 മാർച്ച് 14 ശനിയാഴ്ച. പതിവ് പൂജകൾക്ക് പുറമെ 6:40 ഭദ്രദീപം തെളിയിക്കൽ, ശ്രീ കാവാലം ശ്രീകുമാർ, പണ്ടാരടുപ്പിൽ ദീപം പകരൽ, ക്ഷേത്രം മേൽശാന്തി. വിഷ്ണു ക്ഷേത്രത്തിലെ ഇവിടുത്തെ ഒരു എന്താ പറയുക മൂർത്തിയെക്കുറിച്ച് ഒരു സുപ്രഭാതം നമ്മുടെ ലാൽ എഴുതി സംഗീതം
നൽകിയുണ്ടായി. ഞാൻ സംഗീതം നൽകി പാടി. ഏതാണ്ട് ഒരു വർഷമായില്ലേ, ഒരു വർഷത്തോളമായി. അത് ഇവിടെ നൃത്യവും ഇവിടെ കേൾപ്പിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അതിനെ തുടർന്നാണ് ഇപ്പം ഇങ്ങനൊരു പൊങ്കാലയ്ക്ക് തിരി കൊളുത്താനായിട്ട് എന്നെ ഇവിടെ ക്ഷണിച്ചത്. വളരെ സന്തോഷം. അത് രാവിലെ ഇവിടെ എത്തി. ഇവിടുത്തെ ആ ഒരു പൊങ്കാല അന്തരീക്ഷം, എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്, ആ ഒരു ദിവ്യമായ ഒരു അന്തരീക്ഷം നമ്മളിവിടെ കണ്ടു. അതിൽ പങ്കുകൊള്ളാൻ ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു ദേശത്തിൻ്റെ ഒരു ഐശ്വര്യമാണ് ഇവിടെ. നേരത്തെ വന്നപ്പോൾ അറിയാൻ കഴിയും 100 പേര് ചേർന്നൊരു ട്രസ്റ്റാണ് ഇവിടെ. അതുതന്നെ ഒരു ഒരുമ എന്ന് പറയുന്നത് ദേശത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു നന്മ ഒരു സൂചനയാണ്. ഇവിടുന്ന് ഈ വിഷ്ണു വിഗ്രഹം കൊണ്ട് കണ്ടെടുത്തതും അതിനെ തുടർന്ന് ഈ ക്ഷേത്രം ഇതുവരെ എത്തിയതും ഒക്കെ ഒരു നിയോഗമാണ്, ഈശ്വര സങ്കല്പമാണ്. നാട്ടുകാർക്ക് ഈ ഒരു ചൈതന്യം കൊണ്ട് അവരുടെ മനസ്സ് തെളിയട്ടെ, മറ്റുള്ളവരുടെ എല്ലാം മനസ്സ് തെളിയട്ടെ. ഈ പൊങ്കാല വീണ്ടും എന്താ പറയുക, ഉത്തരത്തിലും ജനങ്ങളെല്ലാം അത് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് പൊങ്കാലയിട്ടാൻ മാത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചൈതന്യം അങ്ങനെ വർദ്ധിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ദീപം ജ്വലിപ്പിച്ച ശേഷം ഇന്നിപ്പോൾ ഈ ഭക്തജനങ്ങൾ സാക്ഷിയായി അദ്ദേഹത്തിന് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഒരു ആദരം നൽകുകയാണ്. അദ്ദേഹം ആദരം ഏറ്റുവാങ്ങി 2 വാക്ക് സംസാരിക്കുകയോ ഒരു ദേവീകീർത്തനം പാടുകയോ ചെയ്യുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഏകമയം ഏകാന്തസുന്ദരം ത്രിമധുരം ഏകമയം ഏകാന്തസുന്ദരം ത്രിമധുരം ഏതുരജ്ഞാത ചേതുവികാരം ഏതുരജ്ഞാത ചേതുവികാരം സമന്വയരുചിരം സമയാചാരം സമന്വയരുചിരം സമയാചാരം ഏകമയം ഏകാന്ത സുന്ദരം തായേ